വിവാദമായ ജിഷ വധക്കേസിൽ 50-ാം ദിവസം പോലീസ് പ്രതിയെ പിടികൂടിയെന്ന വാർത്ത ആശ്വാസകരവും ഒപ്പം കേരള പോലീസിന് അഭിമാനകരവും തന്നെയാണ്. എന്നാൽ അന്വേഷണത്തിന്റെ തുടക്കം മുതൽ പിഴവുകളും പൊരുത്തക്കേടുകളും നിറഞ്ഞ കേസിൽ പ്രതി അറസ്റ്റിലാകുമ്പോഴും വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുകയാണ്. ജിഷ കൊല്ലപ്പെടുന്നതിന് തലേദിവസം കുളിക്കടവിൽ നടന്ന തല്ലിനെക്കുറിച്ചും വഴക്കിനെക്കുറിച്ചും ഇതുവരെ ആരും പറഞ്ഞില്ലെന്നത് വിശ്വാസയോഗ്യമല്ല. ഇനി ജിഷ കൊളക്കടവിൽ പോയെങ്കിൽ തന്നെ അവിടെയുണ്ടായിരുന്ന സ്ത്രീകളിൽ ഒരാൾ പോലും ഇക്കാര്യം പോലീസിനെ അറിയിച്ചതായും വിവരമില്ല. ആസൂത്രിത കൊലപാതകം നടത്തിയ പ്രതി സംഭവസ്ഥലത്ത് ചെരുപ്പ് ഉപേക്ഷിച്ചു പോയി എന്നതും സംശയകരം തന്നെ. വീട് നിർമ്മാണത്തിനുണ്ടായിരുന്ന ജിഷയോട് അടുപ്പമുണ്ടായിരുന്ന വ്യക്തിയാണ് പ്രതിയെങ്കിൽ ഇയാളുടെ അസാന്നിധ്യം എന്തുകൊണ്ട് ആദ്യം തന്നെ ശ്രദ്ധിക്കപ്പെട്ടില്ല? പോസ്റ്റ്മോർട്ടം ചെയ്യിക്കാൻ തിടുക്കം കാട്ടിയതും ശ്മശാനത്തിലെ പ്രവൃത്തി സമയം കഴിഞ്ഞിട്ടും മൃതദേഹം ഉടൻ തന്നെ ദഹിപ്പിച്ചു കളഞ്ഞതും ആദ്യ 5 ദിവസം വേണ്ട രീതിയിൽ അന്വേഷണം നടത്താതിരുന്നതും എന്തിനായിരുന്നു എന്ന ചോദ്യത്തിനും മറുപടിയില്ല. ജിഷ ഹിഡൻ ക്യാമറ വാങ്ങിയത് ആരെ ഭയന്നിട്ടായിരുന്നുവെന്നതും രജിസ്ട്രാർ ഓഫീസിൽ പോയത് എന്തിനാണെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും ഉത്തരം കിട്ടിയിട്ടില്ല. നിരന്തരം ഭീഷണിയുണ്ടായിരുന്നെങ്കിൽ അത് ആരിൽ നിന്നാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നും അറിയണം. അതുകൊണ്ട് തന്നെ ജിഷ വധക്കേസിൽ പിടിയിലായത് യഥാർത്ഥ പ്രതി തന്നെയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഉയരുന്ന പൊതുജനത്തിന്റെ ചോദ്യത്തിന് അന്വേഷണ സംഘം വ്യക്തമായ മറുപടി തന്നെ നൽകേണ്ടതുണ്ട്. ഡൗൺലോഡ് ചെയ്യാം ന്യൂസ് മൊബൈൽ ആപ്പ് ഗൂഗിൾ പ്ലേ ആപ്പ് സ്റ്റോറിൽ.